ജനറേഷൻ മാറി. അപ്പം ആളുകൾ കല്യാണം കഴിക്കുന്ന പ്രായം മാറി. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ തന്നെ അവർക്ക് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങി. ഇനി വേണം എന്ന് പറയുന്നവരാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടും മതിയെന്ന്. അപ്പം മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പലരും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും പല കാരണങ്ങൾ കൊണ്ടുമാണ് ആ തീരുമാനത്തിലെത്തുന്നത്. അപ്പം അങ്ങനെ തീരുമാനത്തിൽ എടുക്കുന്ന ആളുകൾക്ക് ഫെർട്ടിലിറ്റി ഒരു പ്രശ്നമായി വരാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും മാം? ഇപ്പം ഒരുപാട് പേര് എഗ് ഫ്രീസിങ് അല്ലെങ്കിൽ എംബ്രിയോ ഫ്രീസിങ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏജിനെ മറികടക്കാൻ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്സ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തു വെക്കാനുള്ള സക്സസ്ഫുള്ളായി ചെയ്തു വെക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പേര് മുന്നോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ തന്നെയും അവരുടെ ഹസ്ബൻഡിൻ്റെ സ്പേമോ ആക്കി ചേർത്ത് ഒരു എംബ്രിയോ ആക്കി ഫ്രീസ് ചെയ്ത് വെക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ദാറ്റ് അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ ആ ഏജ് ഫാക്ടർ അവിടെ വരുന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എഗ് ഫ്രീസിങ്ങിനാണെങ്കിലും എംബ്രിയോ ഫ്രീസിങ്ങിനാണെങ്കിലും എന്താണെങ്കിലും അവിടെയും ആസ് ഏർലി ആസ് പോസിബിൾ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളൊരു 35-36 കഴിഞ്ഞതിന് ശേഷം ഇനി എഗ് ഫ്രീസിങ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ യൂസ്ഫുൾ അല്ലാണ്ടാവും. പക്ഷെ അപ്പോഴത്തേക്കും എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ കുറഞ്ഞുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച മാതിരി അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ വെച്ചാൽ ഇത് ഫ്രീസ് ചെയ്ത് വെച്ചാലും ഇത് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ അത് 100% അത് നമുക്ക് സക്സസ് തരും നമുക്ക് ആർക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഒരു സ്റ്റാൻഡ് ബൈ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ഫെർട്ടിലിറ്റി വേണ്ട ഇപ്പോഴൊന്നും വേണ്ട എന്ന് കഴിഞ്ഞ് 40 വയസ്സ് കഴിഞ്ഞ് നോക്കിയാൽ മതി എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് താൽക്കാലികമാണ്. മാത്രമല്ല ഇതിൻ്റെ സക്സസ് റേറ്റ് ഇതിപ്പം ഇത് ഫ്രീസ് ചെയ്ത് വെച്ച എംബ്രിയോ ചെയ്യുമ്പം എല്ലാം ഒന്നും സർവൈവ് ചെയ്യണം എന്നില്ലല്ലോ. ഇപ്പം കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് തോയിങ്ങും ഫ്രീസിങ്ങും തോയിങ്ങും ഒന്നും അവരുടെ ക്വാളിറ്റീനെ അത്ര കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. എങ്കിൽ കൂടി വേറെ പല ഫാക്ടേഴ്സ് കൊണ്ടും ചിലപ്പോൾ അത് പ്രഗ്നൻസി ആയില്ല എന്ന് വരും. അപ്പം ഇതൊരു മെത്തേഡാണ് നമുക്കതിനെ മറികടക്കാനുള്ളത്.